സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയ്ക്ക് മുന്നിൽ CPM മുട്ടുകുത്തുന്നു. മുസ്ലിം വോട്ടുകൾ കൂടി നേടിയാണ് CPM അധികാരത്തിലെത്തിയതെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് സമസ്ത. അതേസമയം പിടിവാശി വിട്ട് സമസ്തയുടെ ആവശ്യം പോലെ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാരും. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ധിക്കാരമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുമ്പോൾ CPMന്റെ മുസ്ലിം ഭയം കൂടിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്ത ഇന്നലെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് തന്നെയാണ്. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അനാവശ്യമായിട്ടുള്ള കടംപിടുത്തം അവസാനിപ്പിക്കണം. മുസ്ലിം വോട്ടുകൾ കൂടി നേടിയാണ് CPM 2014-ലും 2021-ലും അധികാരത്തിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ സമയമാറ്റ പ്രശ്നത്തിൽ സംഘടനകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുള്ളത്. ആദ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ ഏതെങ്കിലും മതസംഘടനകൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയിട്ടോ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പാഠ്യരീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നൊരു നിലപാടെടുത്തിരുന്ന മന്ത്രി വി ശിവൻകുട്ടി സമസ്തയുടെ കത്ത് വന്നതിന് പിന്നാലെ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർത്ത് നിൽക്കുകയായിരുന്നു. അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. പക്ഷേ ഇത്തരത്തിലൊരു കത്ത് വരികയും സമസ്ത ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിനും മുന്നണിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ തീരുമാനത്തിനൊപ്പം തലകുനിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്കൊരുങ്ങുമ്പോൾ ഇവരുടെ ആവശ്യം പരിഗണിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് വരും. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് LDF മുന്നണി അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം എങ്ങനെയാണ് മുസ്ലിം പ്രീണനം നടത്തുകയും അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കുകയും പിന്നീട് അധികാരത്തിൽ വരികയും അവരെ സുഖിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷേ ഇടതു മുന്നണിയെ താങ്ങി നിർത്തുന്ന വോട്ടുകൾ കൂടിയാണ് മുസ്ലിം വോട്ടുകൾ. ആ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയുടെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് CPIയുടെ അധ്യാപക സംഘടന ഉൾപ്പെടെ അനുകൂലമായിട്ടൊരു തീരുമാനമാണ് എടുത്തത്. സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സംഘടനകൾ അതിന് അനുകൂലമായി നിൽക്കുകയും പിന്നീട് ഇത്തരത്തിൽ വരുന്ന മന്ത്രിയുടെ ആ നയമാറ്റത്തിൽ സംഘടനകൾക്ക് വിമുഖത ഉണ്ടാകുകയും സംഘടനകൾ എതിർക്കുകയും ചെയ്യുന്നു. സമസ്തയ്ക്ക് വേണ്ടിയിട്ട് മുട്ടുകുത്തുകയും സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സമയമാറ്റത്തിൽ സമസ്തയ്ക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഈ അധ്യാപക സംഘടനകളോട് മുന്നണിയും അതോടൊപ്പം തന്നെ CPMും എന്ത് മറുപടി പറയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയും കൂടിയാണ്. അവരുടെ അധ്യാപക സംഘടനയാണ് ഇത്തരത്തിൽ സർക്കാർ ഇവർക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തർക്കം ഈ വിഷയത്തിൽ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും സമസ്തയ്ക്ക് മുന്നിൽ CPMന് മുട്ടുകുത്തിയേ പറ്റൂ. കാരണം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ എതിർത്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. വിഷ്ണു, ശരി. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.